ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കാവുന്നതാണ്, പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു മൈദയിൽ ചെയ്യുമ്പോഴാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്ന പലഹാരത്തിന്. ഇനി നമുക്ക് നല്ല പോലെ പഴുത്തിട്ടുള്ള പഴം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇതുപോലൊരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാല് ഒഴിച്ചു കൊടുക്കാം. മധുരം ഓരോരുത്തർക്ക് വേണ്ടുന്നതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് ഈ ഒരു മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ടയായിട്ടൊക്കെ കിടപ്പുണ്ട് പഴം, അത് കുഴപ്പമില്ല. നന്നായി പഴുത്ത പഴം ആയതുകൊണ്ട് അത് നമുക്ക് ഈ ഒരു മൈദ കുഴച്ചെടുക്കുന്ന സമയത്ത് അതിൽ യോജിച്ച് കിട്ടിക്കോളും. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മാവ് കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് കുഴക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊക്കെ തടവിയിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി മാറ്റാവുന്നതാണ്. ഒരുപാട് വലിപ്പത്തിലല്ല, ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എല്ലാ മാവും ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓരോ മാവും ഇതുപോലെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വീണ്ടും ഓയിൽ തടവിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇപ്പം ഞാനിവിടെ എല്ലാ മാവിലും ഇതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തതിന് ശേഷം അതൊരു ചെറിയ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു 3 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയും ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കാം. ഓരോരുത്തർക്കും വേണ്ടതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉരുട്ടി വെച്ചിരുന്ന ആ ഒരു മാവെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ബോർഡിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഉരുട്ടി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പരത്തുന്നുണ്ട്. നല്ല നൈസാക്കണ്ട, അതുപോലെ നല്ല കട്ടിയും വേണ്ട. ഒരു മീഡിയം പരുവത്തിൽ ഇത് പരത്തിയെടുക്കാം ഈ ഒരു വലിപ്പത്തിൽ. ഇപ്പം ഞാനിവിടെ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട്. തിരിച്ചു മറിച്ചൊക്കെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ ഒരെണ്ണം കൂടെ പരത്തിയെടുക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു പരത്തിയെടുത്ത മാവിലേക്ക് ഇന്ന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാ മിക്സ് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്, അതിൻ്റെ നടുഭാഗത്ത് മാത്രമായിട്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും നേരത്തെ പരത്തി വെച്ചിരുന്ന ഒരു മാവ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കറക്റ്റ് ഷേപ്പിൽ കിട്ടാനായിട്ട് ഇതുപോലൊരു പാത്രം, വക്കുള്ള പാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കി വന്ന മാവെല്ലാം മാറ്റി വെച്ചിട്ട് ലാസ്റ്റായിട്ട് വീണ്ടും പരത്തി ഇതേപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ എല്ലാം ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ അതിലേക്ക് 2 പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് നെയ്യിൽ ചെയ്യാം. നെയ്യിലും ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഓയിലിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇത് ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു സൈഡ് വെന്ത് വന്നപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം കൂടി ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് എടുത്തു മാറ്റുവാണ്. 2 സൈഡും ഇപ്പോൾ ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 2 പീസ് ബട്ടറിൽ ഇതുപോലെ 2ഓ 3ഓ ചെയ്തെടുക്കാവുന്നതാണ്. വീണ്ടും ചെയ്തെടുക്കണമെങ്കിൽ മാത്രം വീണ്ടും ബട്ടർ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എത്ര കഴിച്ചാലും മടുപ്പ് വരികയില്ല. അപ്പോൾ ഞാനിതൊന്ന് അതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.